Hello dear friends, welcome to RJ's Physics Classes. Ray Optics, അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ആ റേ ഒപ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന റിഫ്രാക്ഷൻ ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ. ഓക്കെ, സോ ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, എഴുതാൻ റെഡിയായി ഫിസിക്സിലെ ടോപ്പിക്കിൽ കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ റെഡി ആയിട്ടാവും നിങ്ങളിരിക്കണേ എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ദാറ്റ്സ് അവർ ടോപ്പിക്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഓക്കെ, ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിഫ്രാക്ഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രിസം സെലക്ട് ചെയ്യണം. ഒരു പ്രിസം, ആ പ്രിസത്തിന് പേര് കൊടുക്കുകയാണ് ABC. ഓക്കെ, ഈ പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് പാസ് ചെയ്യാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യണു ഇങ്ങനെ. ഓക്കെ, ആ പ്രിസത്തിൽ നമ്മളൊരു നോർമൽ വരയ്ക്കുകയാണ്. ആ പ്രിസത്തിൽ നമ്മളൊരു നോർമൽ വരയ്ക്കണോ ഇങ്ങനെ. ഈ പോയിന്റിൽ നമ്മളൊരു നോർമൽ വരയ്ക്കണോ, അതേപോലെ ഇവിടെയും നോർമൽ വരയ്ക്കണം. നമുക്കറിയാം എന്താണ്, when light passing from rarer to denser medium the ray will bend towards a normal. സോ ശരിക്കും ഇത് ഇങ്ങനെയാണ് പോവാണ് വേണ്ടിയിരുന്നത്. ഇതാണ് ശരിക്ക് ഇത് പാസ് ചെയ്യേണ്ടിയിരുന്ന പാത്ത്. ഇപ്പോൾ എന്ത് ചെയ്യണോ, അത് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണോ. സോ ഇങ്ങനെ പോണു, നോർമലിൻ്റെ അടുത്തേക്ക് ലൈറ്റ് റേ ബെൻഡ് ചെയ്യണോ. ഓക്കെ, ഇനി ഇവിടെ എത്തി. എഗെയിൻ ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കണം. ഓക്കെ, ഇവിടെ നോർമൽ വരയ്ക്കുകയാണ്. രണ്ടും മീറ്റ് ചെയ്യണ പോയിന്റിനെ എന്ന് വിളിക്കുകയാണ്. ഇനി നോക്കുക, ഇപ്പം ലൈറ്റ് പാസ് ചെയ്യണത് ഡെൻസർ ടു റെയറർ മീഡിയം. ഡെൻസർ ടു റെയറർ മീഡിയം ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എങ്ങോട്ടാ പോവാ, ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ നോർമലിൽ നിന്ന് ദൂരേക്ക് പോവും. ശരിക്കും പോവായിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ടത്, ഇപ്പം അത് എന്ത് ചെയ്യണോ, ഇങ്ങനെ പോണു. ഓക്കെ, ഈ റേ PQRS. ഇനി ഈ റേക്ക് എത്ര ബെൻഡിങ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതാണ് ഈ റേക്ക് ഉണ്ടായ ബെൻഡിങ്, D, ഡീവിയേഷൻ. ഈ ആംഗിൾ I1, ഈ ആംഗിൾ R1, ഈ ആംഗിൾ I2, ഈ ആംഗിൾ R2. ഓക്കെ, ഇതിനെ X എന്ന് വിളിക്കുകയാണ്, ഇതിനെ Y എന്ന് വിളിക്കുകയാണ്. ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസത്തിൻ്റെ ഫിഗർ. ഇതിൻ്റെ ID കർവ് ഇങ്ങനെയാണ്. ഇവിടെ ഡീവിയേഷനും ഇവിടെ ഇൻസിഡൻസും. ഇതാണ് പ്രിസത്തിൻ്റെ ID കർവ്. ഇതിൽ ഏത് ഡീവിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടും രണ്ട് ഐകൾ ഉണ്ടാവും. ഈ പോയിന്റിൽ മാത്രം ഒരു ഐ ഉണ്ടാവുള്ളൂ. ഇതാണ് മിനിമം ഡീവിയേഷൻ. ഇവിടെ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I, R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R. അതാണ് മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ. ഓക്കെ, സോ പ്രിസത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യണോ, റയറർ ടു ഡെൻസർ ടുവേർഡ്സ് എ നോർമൽ. ഓക്കെ, ദെൻ ഡെൻസർ ടു റയറർ എവേ ഫ്രം ദ നോർമൽ. ഈ രണ്ട് കേസ് വെച്ചിട്ട് നമ്മൾ ഈ പാത്ത് വരയ്ക്കുകയാണ്. ഇത് എക്സാക്ട്ലി പാരലായിട്ട് പാസ് ചെയ്യുക മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ മാത്രമാണ്. ബേസിന് കറക്റ്റ് പാരലായിട്ട് മൂവ് ചെയ്യുക മിനിമം ഡീവിയേഷൻ കണ്ടീഷനിലാണ്. ഓക്കെ, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ദാറ്റ്സ് അവർ ടോപ്പിക്. സോ റിഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, N ഈക്വൽ ടു സൈൻ I ബൈ സൈൻ R. N ഈക്വൽ ടു സൈൻ I ബൈ സൈൻ R. ദിസ് അവർ ഇക്വേഷൻ. ഓക്കെ, ഞാൻ ഒന്ന് താഴേക്ക് എഴുതാം. N ഈക്വൽ ടു സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R. ഇതാണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. N ഈക്വൽ ടു സൈൻ I ബൈ സൈൻ R. ഇതിൽ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കാണാം.
AQNR. ശ്രദ്ധിച്ചു നോക്കുക. AQNR. അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്കിതിൽ കാണാം. ഇനി ഡെറിവേഷൻ പറയണതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു കാര്യം ആദ്യമേ പറയാം. ഇതിന് രണ്ട് മെത്തേഡ് പറയും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. അതല്ലാത്ത ഒരു തട്ടിപ്പ് മെത്തേഡ് ഈ മെത്തേഡിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം ഇതിൻ്റെ നോർമൽ മെത്തേഡ്, പിന്നെ ഒരു തരികിട മെത്തേഡ് കൂടെ എങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം എന്നുള്ളത് ഈ മെത്തേഡിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡിൽ പോവാം, എന്നിട്ട് തട്ടിപ്പ് മെത്തേഡിലേക്ക് നീങ്ങാം. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി. സോ A പ്ലസ് Q പ്ലസ് N പ്ലസ് R ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. പക്ഷേ അവിടെ Q എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്, R എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ഇത് നോർമലാണ്, ഇതും നോർമലാണ്. സോ രണ്ടും 90 ഡിഗ്രി. അപ്പം നമുക്ക് ആൻസർ കിട്ടും A പ്ലസ് N ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദിസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ക്വാഡ്രിലാറ്ററലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് A പ്ലസ് N ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, അവിടെ ഒരു ട്രയാങ്കിൾ കാണാം, QNR. ഇത് R1, ഇത് R2, ഇത് N. R1 പ്ലസ് R2 പ്ലസ് N ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദിസ് എ തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 180 ഡിഗ്രി 180 ഡിഗ്രി, നോ പ്രോബ്ലം, ഈസിയാണ് സംഭവം. N അതും ഓക്കെ ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടും A ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ദിസ് ആർ ഫോർത്ത് ഇക്വേഷൻ. ക്വാഡ്രിലാറ്ററലിൻ്റെ ഇക്വേഷനും ട്രയാങ്കിളിൻ്റെ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ 180 180 N. അതിൻ്റെ അർത്ഥം എന്താ? A എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ആണ്. ഓക്കെ, ഇനി ഈ ഫിഗറിൽ നിന്ന് ഡീവിയേഷൻ എന്താ കിട്ടുക നോക്കുക. ഡീവിയേഷൻ D ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇത് I1 ആണെങ്കിൽ ഇത് ടോട്ടൽ I1 ആണല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു I1 മൈനസ് R1, y ഈക്വൽ ടു I2 മൈനസ് R2. അപ്പോൾ D എന്നുള്ളതിൻ്റെ ഇക്വേഷൻ വരും I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2, or I1 പ്ലസ് I2 മൈനസ് ഓഫ് R1 പ്ലസ് R2. ഇതാണ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ. R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ A അല്ലേ. സോ ഡീവിയേഷൻ ഈസ് I1 പ്ലസ് I2 മൈനസ് A. ദിസ് അവർ ഫിഫ്ത്ത് ഇക്വേഷൻ. അതാണ് അഞ്ചാമത്തെ ഇക്വേഷൻ. ഓക്കെ, സോ D ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് A എന്നുള്ളതാണ് നമ്മളുടെ അഞ്ചാമത്തെ ഇക്വേഷൻ. ഇനി മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ. അറ്റ് മിനിമം ഡീവിയേഷൻ സ്മോൾ d ഷുഡ് ബി ക്യാപിറ്റൽ D. I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I. സിമിലർലി R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു R ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇത് പ്രകാരം നാലാമത്തെ ഇക്വേഷൻ എന്താ വരാൻ നോക്കൂ. A ഇസ് ഈക്വൽ ടു 2R. R1 R ആയിട്ട് മാറും, R2 R ആയിട്ട് മാറും. അപ്പോൾ R എന്നുള്ള എൻ്റെ ആൻസർ കിട്ടും A ബൈ 2. ദിസ് അവർ സിക്സ്ത് ഇക്വേഷൻ. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ വരുന്ന മാറ്റം. സ്മോൾ d എന്നുള്ളത് ക്യാപിറ്റൽ D വരും 2I മൈനസ് A, or 2I ഈക്വൽ ടു A പ്ലസ് D. I ഈക്വൽ ടു A പ്ലസ് D ബൈ 2. ഓക്കെ, ഇത് ഏഴാമത്തെ ഇക്വേഷൻ. 6ഉം 7ഉം ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിചാരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് 6 and 7 in equation 1. We will get the answer n is equal to sin I, sin A plus D by 2 by sin A by 2. ഇതല്ലേ നമുക്ക് കിട്ടേണ്ട ലാസ്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട ലാസ്റ്റ് ആൻസർ. ഒരിക്കൽ കൂടെ നോക്കുക. പ്രിസത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യണോ, ലൈറ്റ് എന്ത് ചെയ്യണോ, റിഫ്രാക്ട് ചെയ്യണോ, പിന്നീട് വീണ്ടും റിഫ്രാക്ട് ചെയ്തിട്ട് ലൈറ്റ് പാസ് ചെയ്യണം. ഓക്കെ, I1 R1 I2 R2. അതിൽ ആദ്യം തന്നെ നമ്മൾ എഴുതണത് റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ.
കാരണം റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ആണ്. ലോ ഓഫ് റിഫ്രാക്ഷൻ ഓർ സ്നെൽസ് ലോ, sin I by sin r is equal to n. ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി, എ ക്യു എൻ ആർ, നാലും കൂടിയും കൂട്ടിയ 360 ഡിഗ്രി. അതിൽ ക്യൂം ആറും 90 ഡിഗ്രികളാണ്. സ്വാഭാവികമായിട്ടും എ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എ പ്ലസ് എൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്ന ലോജിക് R1 പ്ലസ് R2 പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. R1 പ്ലസ് R2 പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതും ഇതും എ ഈക്വൽ ടു R1 പ്ലസ് R2. എ എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. ഡീവിയേഷൻ്റെ ഇക്വേഷൻ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ആർ ഇന്റീരിയർ ആംഗിൾസ്. ഈ ഐഡിയ പ്രകാരം ഡി എന്ന് പറഞ്ഞാൽ I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. അപ്പൊ ഡീവിയേഷൻ നമുക്ക് കിട്ടും I1 പ്ലസ് I2 മൈനസ് ഓഫ് R1 പ്ലസ് R2. R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ എ അല്ലേ? സ്വാഭാവികമായിട്ടും ഡി ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. ഓക്കെ, മിനിമം ഡീവിയേഷൻ വരുമ്പോൾ എവിടെ സ്മോൾ ഡി കാണണോ അത് ക്യാപിറ്റൽ ഡി ആക്കുക. എവിടെ I1 ഉണ്ടോ I2 ഉണ്ടോ അത് I ആക്കി മാറ്റുക. എവിടെ R1 ഉണ്ടോ R2 ഉണ്ടോ അത് R ആക്കി മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ നാലാമത്തെ ഇക്വേഷന് വരുന്ന മാറ്റം എ ഈക്വൽ ടു 2R ഓർ R ഇസ് ഈക്വൽ ടു എ ബൈ 2. അഞ്ചാമത്തെ ഇക്വേഷന് വരുന്ന മാറ്റം ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 2I മൈനസ് എ. സോ 2I ഈക്വൽ ടു എ പ്ലസ് ഡി, I ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2. ഇത് രണ്ടും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടുകയാണ് n ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ? ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ തട്ടിപ്പ് മെത്തേഡ് ഒരു ബന്ധമില്ല സയന്റിഫിക്കലി, പക്ഷേ ഡെറിവേഷൻ പക്കയോ. ഓക്കെ, സയന്റിഫിക് ലോജിക് ഒന്നുമില്ലാണ്ട് ഈ പ്രിസത്തിന്റെ ഡെറിവേഷൻ കിട്ടാനുള്ള തട്ടിപ്പ് മെത്തേഡ് ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കറിയാം നമ്മൾ ഇക്വേഷൻ തുടങ്ങണത് ഇതിലാണ്, n ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. നമ്മൾ ഇക്വേഷൻ അവസാനിക്കണത് ഏതിലാണ്? n ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഈ രണ്ട് ഇക്വേഷൻ മര്യാദയ്ക്ക് നോക്കൂ. തുടങ്ങണത് ഇതിലാണ്, അവസാനിപ്പിക്കണത് ഇതിലാണ്. ഓക്കെ, തുടങ്ങണത് ഇതിലാണ്, അവസാനിപ്പിക്കണത് ഇതിലാണ്. സോ ഇത് രണ്ടും നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സത്യം മനസ്സിലാവില്ലേ? R എന്ന് പറഞ്ഞാൽ എ ബൈ 2 ആണ്. ഉറപ്പല്ലേ? ഇവിടെ R വന്ന സ്ഥാനത്ത് ഇവിടെ വന്ന എന്താണ്? എ ബൈ 2. അപ്പൊ എ എന്താ വരിക? 2R. എവിടെ 2 എന്നുള്ള ടേം കണ്ടോ അതിനെ അതിന്റെ 1 പ്ലസ് അതിന്റെ 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് കമ്പയർ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ 3 ഇക്വേഷൻസ് എഴുതി വെക്കാം. പറഞ്ഞ തരികട ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ R എന്നുള്ള സ്ഥാനത്ത് എന്ത് കിട്ടണം? എ ബൈ 2 കിട്ടണം. ഓക്കെ, ആറിന് പകരം എ ബൈ 2, അതിന് എ കാണുക. എവിടെ 2 എന്നുള്ള ടേം ഉണ്ടോ അതിനെ അതിന്റെ 1 പ്ലസ് അതിന്റെ 2. ഇനി ഡെറിവേഷനിലേക്ക് വരാം. ഫ്രം ദ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു R1 പ്ലസ് R2. ഇതെടുത്ത് എഴുതി. അറ്റ് മിനിമം ഡീവിയേഷൻ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R. അപ്പൊ എ എന്ന് പറഞ്ഞ 2R കിട്ടും. തട്ടിപ്പ് മനസ്സിലായില്ലേ? ഇതിന്റെ തൊട്ട് മുന്നത്തെ ഇക്വേഷനാണ് എഴുതിയത്. R1 പ്ലസ് R2 എപ്പോഴാണ് 2R ആവുക? ഇത് R ആയിരിക്കണം, ഇത് R ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതൊന്ന് R ഈക്വൽ ടു എ ബൈ 2. തൊട്ട് മുന്നത്തെ ഇക്വേഷൻ കൂടി എഴുതണ്ടേ? ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇതേപോലെ ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? I ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 ഓർ എ പ്ലസ് ഡി ഈക്വൽ ടു 2I. ഡി ഈക്വൽ ടു വേണ്ട 2 കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ 1 പ്ലസ് അതിൻ്റെ 2. ആ സമയത്ത് സ്മോൾ ഡി എന്നാക്കി മാറ്റാം. എന്നിട്ട് സ്മോൾ ഡിൻ്റെ വാല്യൂ കാണുക, I1 പ്ലസ് I2 മൈനസ് എ. ഇങ്ങനെ 4 ഇക്വേഷൻസ് റൈറ്റ് സൈഡിൽ എഴുതി വെക്കാം. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഫ്രം ദ ഫിഗർ വി ക്യാൻ റൈറ്റ്
From the figure we can write D equal to I1 plus I2 minus A. Okay, ഇനി എഴുതി പോവുക എങ്ങനെയാണ്? എന്താണ്? A plus D equal to I1 plus I2. At minimum deviation, I1 equal to I2 equal to I, small d equal to capital D. So, A plus D equal to 2I. Or I equal to A plus D by 2. I equal to A plus D by 2. This is our third equation. Substitute 2 and 3 in equation 1. We will get n is equal to sin A plus D by 2 divided by sin A by 2. That is our required answer. Okay, ഇതിൻ്റെ തട്ടിപ്പ് മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇക്വേഷനും ലാസ്റ്റ് ഇക്വേഷനും കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ നോക്കുമ്പോൾ r ഈക്വൽ ടു A by 2. അതിന് A കിട്ടും. അതിനൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഡെറിവേഷൻ്റെ 3 സ്റ്റെപ്പുകളായി. ഇതാ നിൽക്കണു. ഓക്കെ, പിന്നെ അതേപോലെ ന്യൂമറേറ്ററിന് ഇക്വേറ്റ് ചെയ്യുക. 4 സ്റ്റെപ്പ് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ്. നിരത്തിയണ്ട് എഴുതന്നെ. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ 2 വാല്യൂസ് നേരെ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് ദ ആൻസർ n ഈക്വൽ ടു സൈൻ A പ്ലസ് D by 2 ഡിവൈഡഡ് ബൈ സൈൻ A by 2. ഓക്കെ, സോ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്നുള്ള ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.